കിളികളൊന്നും കൂട്ടിവിടാൻ പാടില്ല. എല്ലാം പാവല്ലേ. എന്നിട്ട് കിളിനെ ഇതുപോലെ പഠിപ്പിക്കണോ, ഇതെല്ലാം പഠിപ്പിക്കണോ. അമ്മപ്പറ്റൊന്നും ചെയ്യാൻ പാടില്ല. അമ്മപ്പറ്റ കിളി പാവല്ലേ. ഇതെന്തമ്മ, ഇത് നീ മതി ഉണ്ടാക്കാൻ വന്നത്. അട്ടിപ്പോൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ വന്നത്. ഫ്രൈഡ് റൈസിനോട് ചിക്കൻ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഹലോ, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ക്യാൻ. മോ പറഞ്ഞത് എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കിളികളൊന്നും കൂട്ടിലിടാൻ പാടില്ല, എല്ലാവരും കിളികളൊക്കെ പറത്തി വിടുന്നതാണ് ആള് പറഞ്ഞത്. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് അതുപോലെ ഒരു കിഡ് സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഒരു അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ ഫ്രൈഡ് റൈസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ്. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഫിഷ് ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പം ഒരു അയക്കൂറ ഞാൻ കിട്ടിയ സമയത്ത് മോനിപ്പം അതാണെങ്കിൽ അയക്കൂറൊക്കെ കഴിക്കാൻ കുറച്ച് പാടാ. അപ്പൊ സോസൊക്കെ ഒന്നും കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ആള് കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചില്ലി ഫിഷും ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസും ആണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും അത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഫിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഫിഷ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കാം. ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, അതാ കണക്ക്. മൈദപ്പൊടി കോൺഫ്ലവറിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതി. ഇത് മൈദയാണ്. ഇനി 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്ത് കൊടുക്കുക. ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ഇവിടെ കോൺഫ്ലവർ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് എരിവ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കിലോ നല്ല ദശക്കട്ടിയുള്ള മീനായിരിക്കണം നിങ്ങൾ ഇതിന് എടുക്കേണ്ടത്. എന്നാലേ അതിന് ആ ഒരു ടേസ്റ്റ് വരൂ. അതിൻ്റെ എല്ലിൻ്റെ ഭാഗം നിങ്ങൾക്ക് മാറ്റിയതിന് ശേഷം ഇറച്ചി മാത്രം എടുക്കുക മീനിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരു കളറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എരിവിന് വേണ്ടിയിട്ടോ മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളകാണ് എടുത്തത്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് നന്നായിട്ട് ഇതിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം. മീൻ ഇപ്പം ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പം നിങ്ങൾക്ക് ഇതിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ സോയാ സോസോ എന്തെങ്കിലും പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് കയ്യിലുള്ള സാധനങ്ങൾ മൈദ, മുട്ട ഇതൊക്കെ വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീന് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിടരുത്, ഒട്ടിപ്പിടിച്ചു പോകും. അപ്പം നമുക്കിനി മീൻ ഇതിലിട്ട് ഫ്രൈ ചെയ്താം. ഇതിൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇതിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നേരത്തെ ഈ ഒരു മിക്സ് നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതാണ്. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇതിന് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അരി ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബസ്മതി അരിയാണ് എടുത്തത്. ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബസ്മതി അരിയാണ് നല്ലത്. ഇത് ഞാൻ 1 മണിക്കൂർ മുന്നേ കഴുകി ഒന്ന് കുതിർത്തി വെച്ച അരിയാണ്. ഇപ്പം ഞാനത് ഡ്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഈ വെള്ളം ഒന്ന് നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇടുമ്പോൾ ആവശ്യമായ ഉപ്പും അതിൻ്റെ കൂടെ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് വെക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഒരു സൈഡായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം കൂടി ഇവിടെ ചൂടായി. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇത് റൈസ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, ഒരുപാട് ഫുള്ളായിട്ട് അങ്ങ് വേവാൻ പാടില്ല, ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് അരി ഒന്ന് കോരി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മൊത്തമായിട്ട് വെള്ളം വറ്റിയെടുക്കുന്നതല്ല, ഞാൻ കോരി മാറ്റുന്നതാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ അരി ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് നിങ്ങൾ ഒരുപാട് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ റൈസ് ആക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്നിങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ ഊറ്റി മാറ്റണം. ഇനി നമുക്ക് ഈ ഒരു അരി ഒരു ഊറ്റുപാത്രത്തിലേക്ക് മാറ്റാം. റെഡിയായിട്ട് ഞാനൊരു ഊറ്റുപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പം വിട്ട് കിട്ടുന്ന ഈ ഒരു സ്റ്റേജിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്, അത് മറക്കാൻ പാടില്ല. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൈസ് ഇവിടുന്ന് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ആക്കുന്ന സമയത്ത് നല്ല അതിൻ്റെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അഥവാ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് തന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ അരിയൊന്ന് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ ഫിഷ് ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കാനുള്ള ഒരു മസാല അത് റെഡിയാക്കാം. ഇത് ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതും, സവാള ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് ക്യാപ്സിക്കം, അതായത് ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആളെ എണ്ണം നോക്കിയിട്ട് ഈ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടാവുന്നതാണ്. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരുപാട് അങ്ങത് വഴണ്ട് വരണ്ട. ഇനി ഈ ഒരു സമയം ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരുപാട് അങ്ങ് വാടണ്ട. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സോസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 കിലോ ഞാനിവിടെ അയക്കൂറയാണ് മീൻ എടുത്തത്. നിങ്ങൾക്ക് ഇറച്ചിയുള്ള മീൻ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഏകദേശം 1 ടീസ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ചില്ലി പേസ്റ്റ് ഇതിൽ ഓപ്ഷണലാണ്. ഈ സോസൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ സമയം തന്നെ നേരത്തെ ഞാൻ ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെച്ച ഒരു മസാല ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു അല്പം ഞാൻ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ആഡ് ചെയ്തത്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ മീനിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത്, ഇതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഈ മസാലയും സോസൊക്കെ ഈ ഫിഷിൽ നന്നായിട്ട് പിടിക്കൂ. നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ഫിഷ് ചില്ലി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് കിട്ടും. പക്ഷെ ഇത് കുറച്ചൊരു ഈ ഒരു ഇതിൽ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനൊരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഫിഷ് ചില്ലി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് നന്നായി തണുത്തിട്ടുണ്ടാവും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി നമുക്കത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഞാൻ നേരത്തെ തണുത്തതിന് ശേഷം എനിക്ക് 1 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ സമയം കിട്ടിയുള്ളൂ. നിങ്ങൾക്കൊരു 3-4 മണിക്കൂർ വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഞാനിതിൽ എടുക്കുന്നില്ല.
മുട്ട മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അല്പം ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു പച്ചമണം, വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം, ഇത് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇങ്ങനെ ഒഴിച്ച പാടെ നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടില്ല. ഒരുപാട് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ചെറുതായിട്ട് ഫ്രൈഡ് റൈസിൽ ഈ മുട്ട കാണുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തു. മുട്ടയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ സൈഡിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന് കൂടുതൽ നല്ലത്. അതിൻ്റെ കൂടെ ചെറിയൊരു പിഞ്ച്, അതായത് നമ്മൾ 2 പിഞ്ച് പഞ്ചസാര അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. സ്പ്രിംഗ് ഓണിയൻ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിന്. അപ്പം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ഫിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. രണ്ടും കഴിക്കാനായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ രണ്ടും സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇനി വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായിട്ട് ഞാൻ വരും. അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പം വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.